ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ഷാനസ് ടോക്സ്. ഇന്നലെ ഈഗിൾ ഗെയിമിങ്ങിന്റെ ഒരു പുള്ളിക്കാരൻ ഒരു റീല് പോസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ പുള്ളി എക്സ്പ്ലോസ് ചെയ്യുന്നുണ്ട്, കുറച്ച് കാര്യങ്ങൾ പുള്ളി പറയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയെ പറ്റി സംസാരിക്കണം. പിന്നെ ഈ ഒരു ഫേക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യുന്ന ഒരു ആപ്പ് ഉണ്ട്. അത് സാധനം എങ്ങനെയാണ്, അത് ഏതാണ്, അതിന്റെ പേര്, അതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം ഈ വീഡിയോയിലൂടെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനും ചെറിയൊരു എക്സാമ്പിൾ കാണിച്ചു തരാനുമായിട്ട് വന്നതാണ്. അപ്പൊ ഞാൻ എന്തിനീ വീഡിയോ ഇപ്പൊ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ റീസെന്റ് ആയിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളൊന്നും എന്റെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ ഇപ്പം എനിക്ക് ഉമ്മാരുണ്ട്, അനിയത്തിമാരുണ്ട്, കസിൻസ് ഉണ്ട്, പിന്നെ എന്റെ കൂടെ അല്ലെങ്കിൽ പോലും ഞാൻ ഒരുപാട് കെയർ ചെയ്യാൻ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു പെൺകൊച്ചുണ്ട്, ബാക്കപ്പ് ആയെങ്കിൽ പോലും സ്റ്റിൽ കെയർ ഫോർ ഹർ. ഇപ്പൊ ഇവരാരും ഈഗിളിൽ നിന്ന് ഫോളോ അപ്പ് ചെയ്യുന്ന ആൾക്കാരല്ല. അപ്പൊ ഇവരൊക്കെ എന്നെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം എന്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഈ കാര്യങ്ങൾ അവരിലേക്ക് എത്തട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ എന്റർടൈൻഡ് അല്ല, വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് ഈഗിളിന്റെ വീഡിയോ എന്താണെന്ന് നമുക്ക് നോക്കാം. ഹായ് ഗൈസ്, ഈഗിൾ ഹിയർ. സോ ഇങ്ങനൊരു വീഡിയോ സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ചതല്ല. പക്ഷെ ഇത് ഇനിയും ചെയ്തില്ലെങ്കിൽ ആൾക്കാർ ഇത് അറിയാതെ പോകും. അതുകൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്ന ഒരു കോണ്ടന്റ് ആയിരിക്കും ഇത്, കേട്ടോ. ഞാൻ പലവട്ടം എൻ്റെ ലൈവ് സ്ട്രീമിലെ ഓഡിയൻസിൻ്റെ അടുത്ത് ഞാനത് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പബ്ലിക്കലി അല്ലെങ്കിൽ ബാക്കിയുള്ളവരിലേക്ക് കൂടി എത്തേണ്ട ഒരു സമയമായി കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നി തുടങ്ങി. ഞാൻ ഈ ടെലഗ്രാമിന്റെ ഇഷ്യൂസ് ഒക്കെ വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒന്ന് പറയണത്, കുറേ പേരെ കമന്റ് സെക്ഷനകത്തും ബാക്കിയുള്ള ഇപ്പൊ സീക്രട്ട് ഏജന്റ്, ഹക്കീം, ഇവരൊക്കെ വീഡിയോ ചെയ്തപ്പം ഇവരുടെയൊക്കെ കമന്റ് സെക്ഷനിൽ കുറച്ച് ആൾക്കാർ പറയണതെന്ന് പറഞ്ഞാൽ, ഇവന്മാർ ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നവന്മാർക്ക് കിട്ടേണ്ടതാ, ഇതൊക്കെ അവന്മാർക്ക് കിട്ടേണ്ടതാ, അവന്മാർക്ക് കിട്ടിയില്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ അത്ഭുതമുള്ളെന്നും പറഞ്ഞ് ചിലവന്മാർ വന്നെന്ന് ചിലക്കാറുണ്ട്. പുള്ളി പറയുന്ന സത്യമാണോ? കാണിക്കാട്ടിട്ട് പോയിട്ടല്ലേ? അവര് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഒരു ആൾക്കാര്, അവരൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്, കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. അവര് വീഡിയോസ്, അവരെ മൊമെന്റ്സും ഒക്കെ ഫോട്ടോയിലും പോസ്റ്റിലും ഒക്കെ ഇടും. അത് അവരെ സന്തോഷത്തിന്, അല്ലെങ്കിൽ അവർക്ക് പിന്നീട് മൊമെന്റ്സ് എടുത്ത് വെച്ച് നോക്കാനും, അല്ലെങ്കിൽ ചിലപ്പോൾ പെയ്ഡ് പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അവര് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് ആണ്, അവരത് ഇടും. അതാണ് അവരെ ജോലി. അതവര് ചെയ്യുന്ന ടൈമിൽ അത് വന്ന് ഒരാളെ പൊക്കിക്കൊണ്ട് പോയി അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് പോയി ഈ ആപ്പും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടിട്ട് അതിലിട്ട് ഈ തുണി ഇല്ലാതാക്കുന്നൊന്നും ആരും വിചാരിക്കുന്നില്ല. അതങ്ങനെ ചെയ്യുന്നവന്മാർക്ക് മാനസിക രോഗമല്ല, പക്ക കഴപ്പാണ്. സാമാനം ഇടിച്ച് കലക്കാത്തതിന്റെ കഴപ്പാണ്, ആരും ചെയ്തു കൊടുക്കാത്തതിന്റെ. അതാണ് സംഭവം. മാനസിക രോഗം എന്നും പറഞ്ഞാൽ അതിനെ താത്തിക്കെട്ടാൻ പറ്റില്ല. അതൊരു രോഗമല്ല, ഇത് കഴപ്പാണ്, കഴപ്പ്. ഉള്ളൂ അത്ഭുതം. ഐ മീൻസ് ഇവന്മാർ ഫോട്ടോ ഇട്ടും ഇതും ജീവിക്കുന്നതല്ലേ, അവന്മാർക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്നുള്ളൊരു രീതിയിൽ സംസാരിക്കുന്ന കുറേ പേര്, ഇവനെയൊക്കെ ന്യായീകരിച്ച് സംസാരിക്കുന്ന കുറേ പേരെ കാണിച്ചു കണ്ടായിരുന്നു ഞാൻ. സോ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്ന കാര്യങ്ങൾ എനിക്ക് ഞാൻ ആദ്യം തന്നെ പറയുന്നത്, കുട്ടികൾ കാണണ്ട ഈ വീഡിയോ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ എല്ലാവരും ഇത് മെയിൻലി അറിഞ്ഞിരിക്കേണ്ടത് ഈ കുട്ടികളുടെ പേരൻസ് എല്ലാവരുമാണ്. വെറുതെ ഒരു ഫോൺ വാങ്ങിച്ച് മാത്രം കൊടുത്താൽ പോരെ. ഇവന്മാർ അതിനകത്ത് എന്തൊക്കെയാണ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് നോക്കാനുള്ള സമയം ഇല്ലെങ്കിൽ ഈ സാധനം മേടിച്ച് കൊടുക്കരുത്. ആൻഡ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും, കുറേ പേർക്ക് ഇത് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും, കുറേ പേർക്ക് ഇതൊരു അത്ഭുതമായിരിക്കും. എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമായിരുന്നു ഇത് കണ്ടപ്പം. കാരണം ഞാൻ ഈ ഒരു ഏജൊക്കെ കഴിഞ്ഞിട്ട് വന്ന ഒരാളാണ്. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിക്കും ഈ പറയുന്നത് പോലെ കുറേ പേർക്ക് അത് ഡിസ്റ്റർബൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് പക്ഷേ നിങ്ങൾ കണ്ടിരിക്കണമെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ഞാൻ നമ്മുടെ നാട്ടിലെ എക്സ്ട്രീംലി വൾഗർ ആൻഡ് മെന്റൽ ആയിട്ട് ജീവിക്കുന്ന കുറച്ച് ആൾക്കാരെ ഇന്നിവിടെ എക്സ്പോസ് ചെയ്യാൻ പോകാം. പുള്ളി പറയുന്നുണ്ട്, കുഞ്ഞുങ്ങൾക്ക് ഫോൺ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് വാങ്ങിച്ചു കൊടുക്കാൻ മാത്രം ഇതാക്കിയാൽ പോരാ, അത് ശ്രദ്ധിക്കാൻ കൂടെ വേണമെന്ന്. അപ്പം മിക്കുള്ള പാരന്റ്സും മറ്റേ PTA മീറ്റിങ്ങിന് ടീച്ചർമാർ പറയും ഫോണിൽ കളി കൂടുതലാണെന്ന് തോന്നുന്നു, അതൊന്ന് ശ്രദ്ധിക്കണം, കുട്ടികളെ പഠിപ്പിക്കണം, ഫോൺ കൈ കൊടുക്കരുതെന്നൊക്കെ PTA മീറ്റിങ്ങിന് വരുമ്പോൾ ടീച്ചർമാർ കുട്ടികളുടെ പാരന്റ്സിന്റെ അടുത്ത് പറയും. അപ്പൊ പാരന്റ്സ് പൊതുവെ ചോദിക്കുന്ന ഒരു സാധനമാണ്, നമ്മളെങ്ങനെ ഇതെങ്ങനെ നിയന്ത്രിക്കും, നമ്മൾ പറഞ്ഞാൽ പോലും കേൾക്കത്തില്ല. ഇങ്ങനത്തെ ഒരു ഡയലോഗാണ് പാരന്റ്സ് പൊതുവെ പറഞ്ഞ് ഒഴിഞ്ഞു കളയുന്നത്. അങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞു കളയാനുള്ള സാധനം അല്ല. അതൊക്കെ നിയന്ത്രിക്കാനായിട്ട് ഒരുപാട് വഴികളുണ്ട്. നിങ്ങൾ 18 വയസ്സാവാത്ത ഒരു കുട്ടിക്ക്, 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്ക് ഫോൺ എടുത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലോ മറ്റു ഡിവൈസിലോ ഇവിടെ ഇരുന്ന് ആ കുട്ടി ഏതെല്ലാം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നു, അതിനകത്ത് എന്തൊക്കെ കാണിക്കുന്നു, എന്തൊക്കെ സെർച്ച് ചെയ്യുന്നു എന്നുള്ളത് മോണിറ്റർ ചെയ്യാനായിട്ടാണ് പാരന്റൽ കൺട്രോൾ എന്ന് പറഞ്ഞ സാധനം ഗൂഗിൾ ഇമെയിലുമായിട്ട് കണക്ട് ചെയ്ത് ഗൂഗിൾ ആപ്സിലുണ്ട്. ഈ ഒരു സാധനം എടുത്തിടാൻ പറ്റും. പാരന്റ്സിന് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പാരന്റ്സ് മോണിറ്റർ ചെയ്യാൻ സമയമില്ലാതെ എങ്ങനെ പോട്ടെന്ന് കളഞ്ഞിട്ട് പോകുന്നത് പാരന്റ്സിന്റെ തന്നെ തെറ്റാണ്. അത് കുട്ടികളെ നിയന്ത്രിക്കേണ്ട പാരന്റ്സ് തന്നെയാണ്, അത് ചെയ്യണം. ഇപ്പം ഈ ഫോൺ എൻ്റെ അനിയന്റെ ഫോണാണ്. ഇതെന്റെ അനിയന്റെ ഫോണാണ്. അവന് 17 വയസ്സായി, 18 വയസ്സായിട്ടില്ല. അവന് പഠിക്കാനായിട്ടൊരു ഫോൺ വേണമെന്ന് പറഞ്ഞപ്പോൾ ഇതിൽ വലിയ ഫീച്ചേഴ്സ് ഒന്നുമില്ല. സാംസങ്ങിന്റെ A03 എന്തോ കണ്ടാണ്, 1 GB 2 GB റാം കണ്ടേ ഉള്ളൂ.
പഠിക്കാനായിട്ടുള്ളൊരു ചെറുക്കിന് അതിന്റെ ആവശ്യം മതി. ഒരു വാട്സപ്പ് വേണം, നോട്ട് വേണം, എന്തെങ്കിലും എഴുതണം, അല്ലെങ്കിൽ എന്തെങ്കിലും കൊച്ചു കൊച്ചു ഗെയിം കളിക്കണം, യൂട്യൂബ് ചാനൽ വീഡിയോ എല്ലാം കാണണമെന്നുണ്ടെങ്കിൽ ഇത് മതി. ഇതിന്റെ ആവശ്യമുള്ളൂ, ഈ കൊച്ചു സാധനത്തിന്റെ ആവശ്യമുള്ളൂ. എന്റെ വീട്ടുകാരത് പറഞ്ഞാണ് ഈ സാധനം വാങ്ങിച്ചു കൊടുത്തത്. 8 GB റാം, 4 GB റാം, 6 GB റാം, 256 GB സ്റ്റോറേജ്, 5G കണക്ഷൻ. ഇതുള്ള ഫോണൊന്നും വേണ്ട ഒരു കൊച്ചിന് പഠിക്കാനായിട്ട്. 18 വയസ്സിന് താഴെയുള്ള ഒരു കൊച്ചിന് പഠിക്കാനായിട്ട് ഈ ഫോണൊന്നും വേണ്ട. 6500 രൂപയ്ക്ക് താഴെയുള്ള ഈ സാധനം മതി. ഈ ഫോൺ മതി പഠിക്കാനാണെന്നുണ്ടെങ്കിൽ. ഇതിലും പാരന്റൽ കൺട്രോളാ. അതും ഉമ്മയോ പപ്പായോ എടുത്തിട്ടല്ല, ഞാൻ എടുത്തിട്ടതാ. ഇതിനകത്ത് ഇമെയിൽ ഉണ്ട്, കിടക്കുന്ന എന്റെ ഇമെയിലാ, എന്റെ പാരലൽ കൺട്രോളിലാണ് കിടക്കുന്നത്. ഇതിനകത്ത് എന്ത് സെർച്ച് ചെയ്താലും എന്ത് കാണിച്ചു കഴിഞ്ഞാലും എന്റെ വരും. പിന്നെ നമ്മള് അനിയനും ചേട്ടനൊക്കെ ആയിട്ട് എന്തെങ്കിലും കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ കാണാറുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കണ്ണടച്ച് നിൽക്കും. പക്ഷെ ഇതിലെന്ത് കാണിച്ചു കഴിഞ്ഞാലും ഇന്ത്യയിൽ വരാമെന്നുള്ളതുകൊണ്ടും ചെറുക്കല്ലുകളൊക്കെ കയറാമെന്നുള്ളതുകൊണ്ടും കാണിക്കാൻ നിൽക്കൂല. അത് പാരന്റ്സ് ശ്രദ്ധിക്കണം. കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ വാച്ച് ചെയ്യുന്നു, മോണിറ്റർ ചെയ്യുന്നു എന്നുള്ളൊരു ഉറപ്പ് വരുമ്പോൾ അവർ തെറ്റ് ചെയ്യാതിരിക്കും. അങ്ങനെ ചെയ്യണം. സോ ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളുടെയും സ്ക്രീൻഷോട്ടുകൾ ഞാൻ ഈ സ്ക്രീനിൽ നിങ്ങളെ കാണിച്ചു തരുവേ. ഓരോന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇന്നതാണ്, ഈ ഒരു സൊസൈറ്റിയിലാണ് നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. സോ നമ്പർ വൺ എന്ന് പറയുന്നത് ഈ പൈസ, അതായത് പൈസ കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ, സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരുടെ ആയാലും ആരുടെ ആയാലും ഫോട്ടോ കൊണ്ട് അയച്ചു കൊടുത്താൽ 200 രൂപ കൊടുത്താൽ 30+ വീഡിയോസ് ചെയ്തു തരുന്ന ടെലഗ്രാം ഗ്രൂപ്പുകൾ, ടെലഗ്രാമിൽ കോണ്ടന്റ് ഉണ്ടാക്കുന്നവന്മാർ, വിൽക്കുന്നവന്മാർ. ഞാൻ ഇന്നലെ ഈ സ്ക്രീൻഷോട്ടിൽ നിങ്ങൾ കാണുന്നത് പോലെ വെറും 200 രൂപ കൊടുത്താൽ 30 വീഡിയോസ് ആണ് ഉണ്ടാക്കി തരും. ഞാൻ ഇന്നലെ ഈ വിൽക്കുന്ന പയ്യനിൽ ഒരുത്തനെ ഞാൻ ഇന്നലെ കണ്ടുപിടിച്ചായിരുന്നു. ഞാൻ അവന്റെ ഇൻബോക്സിൽ ചെന്നപ്പം ഉള്ള ചാറ്റാണ് നിങ്ങൾ കാണുന്നത്. ഈ ഇൻബോക്സിൽ ഞാൻ ഇവരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ അവനോട് പറയുകയാണ് അവന്റെ അടുത്ത് അമ്മയുണ്ട്, കോൾ വിളിക്കരുതെന്ന്. അപ്പോൾ ഞാൻ അവന്റെ അടുത്ത് ചോദിച്ചത് ഇതാണ്, നിനക്ക് ടെലഗ്രാമിൽ ഈ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നിനക്ക് വീട്ടിൽ അമ്മയുണ്ടെന്നുള്ള കാര്യം ഓർമ്മയില്ലായിരുന്നു. ആൻഡ് അടുത്തത്, ഞാൻ ഇവന്റെ ഏജിലേക്ക് എത്തി. ഞാൻ ഇവന്റെ ഏജിലേക്ക് എത്താൻ വേണ്ടി ഞാൻ വയസ്സ് ചോദിച്ചു വന്നപ്പോഴാണ് ഞാൻ അടുത്തത് ഞാൻ എട്ടിപ്പോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരുത്തനാണ് ഈ ടെലഗ്രാമിൽ ഇത് വിറ്റോണ്ടിരിക്കുന്നത്. ടെലഗ്രാമിൽ ഫോട്ടോസും കാര്യങ്ങളും എ ഫോട്ടോസ് മാത്രമല്ല, ലീക്കഡ് പോൺ വീഡിയോസ്, അങ്ങനെ പലതായിട്ട് ടെലഗ്രാമിൽ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ഇതിനകത്ത് ജോയിൻ ആവണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ അഡ്മിന് പൈസ അയച്ചു കൊടുക്കണം. ഏതെങ്കിലും ഒരു അക്കൗണ്ടിന്റെ QR അയച്ചിട്ടും അതിനകത്ത് പൈസ അയച്ചിട്ട് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്താൽ മാത്രമേ 30 രൂപ, 100 രൂപ, 150 രൂപ, 200 രൂപ, 500 രൂപ ഇങ്ങനത്തെ സാധനങ്ങൾ അയച്ചു കൊടുത്താൽ മാത്രമേ ആ ഗ്രൂപ്പിനകത്ത് ജോയിൻ ആവാൻ പറ്റുള്ളൂ. അതിനകത്ത് വരുന്ന എന്താ ലീക്കഡ് സാധനം, ഫോണ്, ഇതേപോലത്തെ ജനറേറ്റഡ് വീഡിയോസ് ആണ്. ഇത് വെച്ച് പൈസ ഉണ്ടാക്കുന്നവന്മാരുണ്ട്. പുള്ളി ചുമ്മാ തള്ളുന്നതല്ല, ശരിക്കും ഉണ്ട്. ഇത് വെച്ച് പൈസ ഉണ്ടാക്കുന്നവന്മാർ ഒരുപാടുണ്ട്. ചില്ലറ പൈസ ഒന്നും അല്ല വരുന്നത്. 1 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ, 3 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ വരെയൊക്കെ മാസ വരുമാനവന്മാരത് പോകും. കാരണം അത്രയ്ക്ക് ആൾക്കാരുണ്ട് അതിനകത്ത്. ഒരു മാസത്തേക്ക് 100 രൂപ കൊടുത്താണ് കയറുന്നതെന്നുണ്ടെങ്കിൽ അതിനകത്ത് ജോയിൻ ആവുന്ന ആൾക്കാർ 30,000, 40,000 ആൾക്കാരാണ്. ഒരു ചാനലിലോ ഒരു ഗ്രൂപ്പിലോ ഒക്കെ ജോയിൻ ആവുന്ന ആൾക്കാർ 30,000, 40,000 പേരാണ്. 100 വെച്ചൊന്ന് കൂട്ടി 1 ലക്ഷം രൂപയ്ക്ക് അവന്മാര് മാസ വരുമാനം ഉണ്ടാക്കി ജീവിക്കുന്നതെന്ന് ഒന്ന് കൂട്ടി നോക്ക്. ഈ വീഡിയോസും ഫോട്ടോസും എടുത്ത് അയച്ചു ചെയ്ത് കൊടുക്കുന്ന ആൾക്കാര് അവർക്കാർക്കും അമ്മ ഉണ്ടെന്ന്, ഈ സ്ത്രീകളൊക്കെ ഒരു അമ്മയാണ് അല്ലെങ്കിൽ സഹോദരിയാണ്, ഇതൊന്നും ഈ ചെയ്തു കൊടുത്ത ആലോചിച്ചില്ല. അവനെ വിളിച്ചപ്പോ അവന്റെ വീട്ടിൽ അവന്റെ അടുത്ത അമ്മ ഉണ്ട്. അമ്മ അവനെ എന്നാ മോശമല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളിങ്ങനെ ഒരു ഇങ്ങനെ തന്തയില്ലാമത്തരം കാണിച്ച് എവിടെ കിടക്കുന്ന ഏതൊക്കെയോ സ്ത്രീകളുടെ പെണ്ണുങ്ങളുടെ ഒക്കെ ഫോട്ടോ AI വെച്ചിട്ട് തുണിയില്ലാത്തതാക്കി കൊടുത്തിട്ട് കണ്ടവന്മാർക്ക് കഴപ്പ് തീർക്കാനായിട്ട് അയച്ചു കൊടുത്തുന്ന അമ്മ അവന് തന്നെ മോശമല്ലേ അല്ലേ? അതുകൊണ്ട് അമ്മ അറിയിക്കാതെ അമ്മ ഉണ്ട് ബ്രോ തിരിക്കണം. ആൻഡ് അടുത്തത്, ഞാൻ ഇവന്റെ ഏജിലേക്ക് എത്തി. ഏജിലേക്ക് എത്താൻ വേണ്ടി ഞാൻ വയസ്സ് ചോദിച്ചു വന്നപ്പോഴാണ് ഞാൻ എഴുതിപ്പോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരുത്തനാണ്. 15 വയസ്സ് എനിക്കിത് വലിയ നെട്ടലൊന്നുമില്ല. കാരണം ഇതേപോലത്തെ കുറെ ഇൻസിഡന്റുകൾ ഞാൻ നേരത്തെ കേട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് വലിയ നെട്ടൽ വരുന്നില്ല. ഈ 15 വയസ്സുള്ള കൊച്ചു കഴിവില്ല. എന്തുകൊണ്ട് ഈ പുള്ളി ആദ്യം പറഞ്ഞെന്താണെന്നറിയാമോ? പാരന്റ്സ് വാച്ച് ചെയ്യണമെന്ന്. കാരണം ഇതേപോലെയുള്ള ടെലിഗ്രാം ഗ്രൂപ്പുകളിലൊക്കെ കയറി ഇരിക്കുന്നതൊക്കെ ഈ കൊച്ചു കഴിവേറുകളാണ്. 13, 14, 15 വയസ്സുള്ള കൊച്ചു കഴിവേറുകളാണ്. അമ്മമാരെ കയ്യിൽ ഫോൺ കിട്ടുമ്പോ ഒരു AI ആപ്പ് വെച്ചിട്ട് അങ്ങ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ വിചാരിക്കും ഈ കൊച്ചു പിള്ളേരെ കൊണ്ട് എങ്ങനെയൊക്കെയാണ് ഈ AI ആപ്പിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് ഞാൻ ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഈ കൊച്ചു പിള്ളേർക്ക് വരെ എങ്ങനെയാണ് ആപ്പിൽ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ ടെലഗ്രാമിൽ വിറ്റോണ്ടിരിക്കുന്നത്, അതായത് ഈ പറയുന്ന സെലിബ്രിറ്റീസിന്റെ ആയിക്കോട്ടെ, നിങ്ങൾ ഒരാളുടെ ഫോട്ടോ കൊണ്ട് കൊടുക്കുമ്പോൾ അവരുടെ ആയിക്കോട്ടെ, അവരുടെ വീഡിയോസ് നിങ്ങൾക്ക് ഡീപ്പ് ഫേക്ക് വെച്ചിട്ട് AI ആയിട്ട് എഡിറ്റ് ചെയ്ത് ന്യൂഡായിട്ട് തരുന്ന ടിപ്പ് നമ്പർ 1. ഇതൊക്കെ ബിഗിനറുകളെല്ലാം ഞാൻ പറയുന്നത്. നമ്മൾ നമ്പർ 2ലേക്ക് പോവാം. നമ്പർ 2
ഇതൊക്കെ ഇവരുടെ കോഡ് ലാംഗ്വേജസ് ആണ് ഇതൊക്കെ. ട്രിബ്യൂട്ട് ഇതെന്താന്ന് പറയട്ടെ. ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഐപാഡ് എടുത്ത് വെക്കും. ആ ഐപാഡിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന ആളുടെ ഫോട്ടോ ഓപ്പൺ ചെയ്ത് വെക്കും. എന്നിട്ട് അതിന്റെ പുറത്ത് മാസ്റ്റുർബേറ്റ് ചെയ്യുന്ന വീഡിയോസ് ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് തരും. അതും ഈ ഇത്തിരി വൾഗാരിറ്റി ഉള്ള സാധനമാണത് ഇപ്പൊ ഈ പറഞ്ഞ ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞ സാധനം. പിന്നെ ഒരു സംഭവം പറഞ്ഞുതരാം. ഇതിപ്പം AI ആപ്പിൽ തന്നെ ഓരോരുത്തരെടുത്തിട്ട് AI ടെലഗ്രാമില് ഗ്രൂപ്പിലൊക്കെ അയക്കണമെന്നൊന്നും ഇല്ല. പെണ്ണുങ്ങളുടെ അടുത്താണ് നിങ്ങളുടെ കൂടെ പഠിക്കുന്നവന്മാരോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോളോവേഴ്സ് ലിസ്റ്റിലുള്ളവന്മാരോ ഒക്കെ മിക്കവാറും ഫോട്ടോ എടുത്തിട്ട് ഡെയിലി ചെയ്യുന്ന പരിപാടിയായിരിക്കും. നിങ്ങൾ ആലോചിച്ചായിരിക്കും. ഓപ്പണായിട്ട് പറയുവാണ്, തോന്നരുത്. കാണുന്ന ലേഡീസ് ഉണ്ടെങ്കിൽ ഒന്നും തോന്നരുത്. ബി സേഫ്. നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കുക, അത്ര പറ്റത്തുള്ളൂ. കാരണം നിങ്ങളുടെ ഫോട്ടോസും ഹൈലൈറ്റും സ്റ്റോറീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഇടുന്നതല്ലേ ആൾക്കാർ കണ്ടിട്ട് പോവുകയല്ലോ. ഇല്ല, സ്ക്രീൻഷോട്ട് എടുക്കും. ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രീൻഷോട്ട് എടുത്തോ ഇല്ലെന്നൊന്നും അറിയാനായിട്ട് യാതൊരു വകുപ്പുമില്ല. സ്ക്രീൻഷോട്ട് എടുക്കും. ഈ ട്രിബ്യൂട്ട് രാത്രി ചെയ്യുന്ന പലവന്മാരും കാണും. പലവന്മാരും കാണും. ആർക്കും അയച്ചു കൊടുത്തില്ലെങ്കിൽ പോലും അവന്മാർ സ്വന്തമായിട്ടിരുന്ന് ചെയ്യുന്നവന്മാര് പലവന്മാരും കാണും. ഉണ്ട്, അങ്ങനെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഒരു ഗേൾ ആയിട്ടുള്ള ഫ്രണ്ടിന്റെ അടുത്തോ ഇപ്പൊ നമ്മുടെ ഗേൾ ഫ്രണ്ടിന്റെ അടുത്തോ ആരെങ്കിലും ഒക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞാൽ നിങ്ങൾ നിന്റെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് സൂക്ഷിക്കണേ എന്നൊക്കെ നമ്മളൊന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഉടനെ നമ്മളടുത്ത് നമ്മളെ കസിൻസിന്റെ അടുത്തോ ആരത്തൊക്കെ നമ്മളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും എല്ലാ ആണുങ്ങളൊന്നും അങ്ങനെയൊന്നുമല്ല, അത് നിന്റെ കാഴ്ചപ്പാടാണ്, നീ ഇത്ര ടോക്സിക് ആവാതിരി, എനിക്ക് എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ എനിക്കറിയാം, നിന്റെ അടുത്ത് ഞാൻ ഭയങ്കര ഇൻസെക്യൂർ ആവുന്നു കേട്ടോ ഇങ്ങനത്തെ ടോക്ക് വന്നു കഴിഞ്ഞാൽ. നിന്റെ അടുത്താണ് നമ്മൾ അവരെ സെക്യൂരിറ്റിക്ക് വേണ്ടി നമ്മൾ ഓരോന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവര് നമ്മളോട് ഇൻസെക്യൂർ ആയി പോകും ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ. ഓരോരുത്തരുടെ സേഫ്റ്റിക്ക് വേണ്ടി പറയുമ്പോൾ പോലും നമ്മൾ ഒറ്റ കുറ്റക്കാരായി പോവുകയാണ്. അവർക്ക് എല്ലാ ആണുങ്ങളും അങ്ങനെയാണെന്നൊന്നുമല്ല. ഇങ്ങനെ കാണിക്കുന്നത് കഴപ്പണം കിട്ടുന്നവന്മാർ ഒരുപാടുണ്ട്. അപ്പം ലേഡീസ് ഗേൾസ് ഒക്കെ ഒന്ന് സൂക്ഷിക്കുക. നിങ്ങളുടെ ഹൈലൈറ്റ് സ്റ്റോറി ഒക്കെ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത് എടുത്തുകൊണ്ട് പോയി എന്തിനാണ് കാണിക്കുന്നതെന്ന് അറിയാനുള്ളത്, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടോ എന്ന് അറിയാനുള്ള ഒരു ഓപ്ഷൻ പോലും ഇൻസ്റ്റാഗ്രാമിലൊന്നും ഇല്ല. സ്നാപ്പിലെങ്ങാണ്ടോ അത്രേ ഉള്ളൂ. ടെലഗ്രാമിലും ചാറ്റിലൊന്നും അങ്ങനെയൊന്നും ഇല്ല. അപ്പം ഈ പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ ഫോളോ ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ ഇപ്പം പരിചയം ഉള്ളവരായാലും ഇല്ലാത്തവരായാലും നിങ്ങളുടെ മൊമെന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്റ്റോറിയിൽ മൊമെന്റ് ഒക്കെ പിന്നീട് ആലോചിക്കാനാണെന്നുണ്ടെങ്കിൽ സ്റ്റോറി ഒക്കെ ഇട്ടിട്ട് ഹൈലൈറ്റ് ഇട്ടിട്ട് ആർക്കീവ് ചെയ്ത് വെക്കുക. ആൾക്കാരെ കാണിക്കാൻ നിൽക്കുമ്പം ഇതൊക്കെ ഓരോരുത്തന്മാരെ എടുത്തുകൊണ്ട് പോയിട്ട് എന്ത് പരിപാടിയാണ് കാണിക്കുന്നതെന്നൊന്നും ഒന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഒന്ന് ഫോട്ടോസ് ഈ ആപ്പിളില് ടെലഗ്രാമിലും ഓരോ ആപ്പുകളിലും ഒക്കെ പോകുന്ന ഫോട്ടോസൊക്കെ ഈ പോസ്റ്റ് ഇടുന്നത്, ഹൈലൈറ്റ് ഇടുന്നത്, സ്റ്റോറി ഇടുന്നത് ഇതിന്റെയൊക്കെ സ്ക്രീൻഷോട്ടുകളാണ്. ഇതൊക്കെ എടുത്തുകൊണ്ട് പോയായിരിക്കും ഒരുത്തന്മാര് ഡീപ്പ് സെർച്ചൊക്കെ വെച്ചിട്ട് തുണിയില്ലാതെ കൊണ്ടുതരും. പിന്നെ വേറെ കുറെ ഐറ്റംസ് ഇതേപോലെ ട്രിബ്യൂട്ട് നടത്തും. ബാത്റൂമിൽ എന്നിട്ട് മാസ്റ്റർബേറ്റ് ചെയ്യും ഫോട്ടോക്ക്. നിങ്ങളുടെയൊക്കെ ശരീരം ആലോചിച്ചോ അല്ലെങ്കിൽ ഇതേപോലെ ഫേക്ക് ഫോട്ടോസ് ഉണ്ടാക്കിയൊക്കെ ആയിരിക്കും അവന്മാരെ സുഖം കണ്ടെത്തുന്ന വീഡിയോസ് ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് തരും. അത് 4-5 വീഡിയോസ്. ഈ വീഡിയോസ് കാശ് കൊടുത്ത് മേടിക്കാൻ ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ. ഇഷ്ടം പോലെ. ജസ്റ്റ് ഇമാജിൻ എന്തോരം സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ഇത് കുറച്ചും കൂടി കേട്ടിരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്പർ 3, ഗ്രൂപ്പിന്റെ പേര് അമ്മയാണ്. മെമ്പേഴ്സ് എനിക്ക് തോന്നുന്നു 2-3 ഗ്രൂപ്പിലായിട്ട് 4000-ന് മുകളിൽ മെമ്പേഴ്സ് ഉണ്ട്. ഗ്രൂപ്പിന്റെ പേര് അമ്മ എന്ന് കേൾക്കുമ്പോൾ അതൊരു നല്ല ഗ്രൂപ്പല്ല. നമ്മുടെ അമ്മയുടെ പ്രായമുള്ളവരുണ്ടല്ലോ, വീട്ടിൽ നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ആയിരിക്കും നമ്മൾ ജീവിക്കുന്നത്, അല്ലെ? അച്ഛൻ, അമ്മ, മോൻ അവരുടെ കൂടെ ആയിരിക്കുമല്ലോ ജീവിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ഡ്രസ്സിംഗിലാണെങ്കിലും അവരെങ്ങനെ വലുതായിട്ട് ഷോളൊന്നും ഉപയോഗിച്ചായിരിക്കത്തില്ല കിച്ചണിലൊക്കെ നിൽക്കുന്നത്, അല്ലെങ്കിൽ വീടിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണത്. സോ നമ്മുടെ വീട്ടിലൊക്കെ ഇരിക്കുന്ന അമ്മമാരില്ലേ, ഈ അമ്മമാരുടെ വീഡിയോസ് വെള്ളം ചായ കൊടുക്കാൻ വരുന്നതും ഫുഡ് തരാൻ വരുന്നതും കിച്ചണിൽ കുക്ക് ചെയ്യുന്നതും ഒക്കെ എടുത്തു വെച്ചിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പാണ് അമ്മ എന്ന് പറയുന്നത്. ഇതിലെന്തോ പറയാനാ, കേട്ടിട്ട് അത്ഭുതമൊന്നും തോന്നല്ല. കാരണം ഇടയ്ക്ക് ഇങ്ങനെ ഈ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് റാൻഡം ആയിട്ട് ചില റീലുകൾ കാണും. അതിൽ ഇതേപോലെ ഫോട്ടോസും അവന്മാരിടുന്ന ക്യാപ്ഷൻസും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിത് അത്ഭുതമായിട്ട് തോന്നുന്നില്ല. കാരണം എനിക്കൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. നമ്മളിങ്ങനെ സിനിമയ്ക്കൊക്കെ ലിങ്ക് ചോദിച്ചു പോകുന്ന സമയത്ത് ഈ AI ഉണ്ടല്ലോ, AI ബോട്ട് ഉണ്ടല്ലോ, ബോട്ടപ്പം ചാനലിൽ ജോയിൻ ആവാൻ പറയും. അപ്പൊ ഇങ്ങനെ ഏതോ ഒരു സിനിമയുടെ ഫോട്ടോ വെച്ചിട്ടുള്ളൊരു ചാനലില് ജോയിൻ ആയി കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഒരു ദിവസം നൈറ്റ് എനിക്കൊരു ഹായ് മെസ്സേജ് ഇട്ടു. ടെലഗ്രാമിലാണ് സംഭവം. ഹായ് മെസ്സേജ് ഇട്ടു. അപ്പൊ ഞാൻ തിരിച്ച് റിപ്ലൈ എടുത്തു, ആരാ എന്താന്ന് ചോദിച്ചു. അപ്പോ എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നിട്ട് പറഞ്ഞു, ബ്രോ ഇതെന്റെ ഗേൾ ഫ്രണ്ടാണ്, ഇവളുടെ ഫോട്ടോ നോക്കി പറയാൻ താല്പര്യം ഉണ്ടോന്ന് ചോദിച്ചു.
അപ്പൊ സംഭവം എന്റെ ഗേൾഫ്രണ്ട് ഒന്നും അല്ല, എന്റെ കൂടെ പഠിക്കുന്ന ഏതോ പെണ്ണോ ഏതോ ആണ്. ഇതൊന്നും ഗേൾഫ്രണ്ടിന്റെ ഒക്കെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ കണ്ടവന്മാർക്ക് അയച്ചു കൊടുക്കുന്നവന്മാരുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. കാണുമായിരിക്കും, കാണാതിരിക്കും. എനിക്ക് ഗേൾഫ്രണ്ട് കണക്കൊന്നും തോന്നിയില്ല. ഒരു പെങ്കൊച്ചിന്റെ ഫോട്ടോ എനിക്ക് അയച്ചു. അപ്പം ഞാൻ പെട്ടെന്ന് ഞാൻ സേവ് ചെയ്തു, ഈ ഫോട്ടോ ഞാൻ സേവ് ചെയ്ത് വെച്ചു. സേവ് ചെയ്തിട്ട് ഞാൻ ചോദിച്ചത് എൻ്റെ ഗേൾഫ്രണ്ട് ആണോന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ താല്പര്യമുണ്ടോ? ഞാൻ ചോദിച്ചു, ഞാൻ പറയുന്നതിന് ഉത്തരം പറ, ഇത് നിന്റെ ഗേൾഫ്രണ്ട് ആണോ? അപ്പോൾ അതെ ബ്രോ അതെ. ഞാൻ ചോദിച്ചാൽ എത്ര വർഷത്തെ റിലേഷൻഷിപ്പ്? അപ്പോൾ അത് 2 വർഷമായി, 2 വർഷത്തെ റിലേഷൻഷിപ്പ്. അപ്പം ഗേൾഫ്രണ്ട് ആണേ, ഉറപ്പാണേ എന്ന് പറഞ്ഞു. അപ്പം ആണ് ബ്രോ, ആണ്. ബ്രോയ്ക്ക് താല്പര്യമുണ്ടോ? ഞാൻ ചോദിച്ചു നിൻ്റെ പേരെന്താടാ ഞാൻ ചോദിച്ചു. അപ്പോൾ അവൻ മര്യാദയ്ക്ക് സംസാരിക്കണോ എൻ്റെ അടുത്ത്, അവൻ കാണിക്കുന്ന കഴപ്പ്, മര്യാദയ്ക്ക് സംസാരിക്കണോ. അപ്പോൾ ഞാൻ ചോദിച്ച് നിൻ്റെ ഗേൾഫ്രണ്ട് ആണല്ലോ, ഉറപ്പാണല്ലോ. അപ്പോൾ നാളെ ഞാൻ ഈ ഫോട്ടോ എടുത്തിട്ട് നിൻ്റെ ഈ ചാറ്റും കാര്യങ്ങളും ഞാൻ അന്നെടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫോട്ടോയും കൊണ്ടെടുത്ത് ഞാൻ നാളെ ഒരു റീൽ ചെയ്യാം, എനിക്ക് കണ്ടൻറ്റും ആവും, നിനക്ക് കുറച്ച് അപരാധം കിട്ടും. AI ഐഡിയും കാര്യങ്ങളുമൊക്കെ ഞാൻ റിവീൽ ചെയ്തേക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഓൺ ദ സ്പോട്ട് അവൻ കാലുപിടുത്തം തുടങ്ങി. ബ്രോ അങ്ങനല്ല ബ്രോ, ഗേൾഫ്രണ്ട് അല്ല ബ്രോ, എൻ്റെ കൂടെ പഠിക്കുന്ന കൊച്ചാണ് ബ്രോ, എൻ്റെ ഫ്രണ്ടാണ് ബ്രോ, അവളുടെ സെൽഫി ഇങ്ങനെ എനിക്ക് ഒരുവണ അയച്ചപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചതാണ് ബ്രോ, പിന്നെ കാലുപിടുത്തമായി. പിന്നെ അതെടുത്തന്ന് ചെയ്യാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവൻ്റെ ആരും അല്ല, ഫ്രണ്ടാണ്, ജസ്റ്റ് ഫ്രണ്ടാണ്. ഇനി ആ കൊച്ചിനെയും കൂടെ നാണം കെടുത്തേണ്ട എങ്ങനെ ഇൻസിഡൻറ്റ് ഉണ്ടാക്കാന്ന് വെച്ച് ഞാൻ മിണ്ടായിരുന്നു. പക്ഷെ ആ ഫോട്ടോ എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ കാണിക്കാം. ഇത് ഞാൻ അന്ന് ആ ഫോട്ടോ ഗൂഗിളിലൊക്കെ ഇട്ട് സെർച്ച് എഞ്ചിൻ വെച്ച് നോക്കി. അപ്പോൾ മറ്റേ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ആക്കിയ ഫോട്ടോസൊന്നും അല്ല, ഒന്നും കാണിച്ചിട്ടില്ല. അവൻ്റെ ഐഡിയും എൻ്റെ കയ്യിൽ സ്ക്രീൻഷോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ വീഡിയോയുടെ കാണിക്കാം. വീഡിയോയിൽ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ ഡിലീറ്റ് ആക്കി കളഞ്ഞെന്നാണ് എൻ്റെ അർത്ഥം. എന്തായാലും അങ്ങനെ കാണിക്കുന്നവന്മാർ വരെ ഉണ്ട്, ഫ്രണ്ട് സർക്കിളിലുള്ളവന്മാർ വരെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പെണ്ണുങ്ങളെ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ഫ്രണ്ടോ മറ്റതോ മറച്ചതോ നിങ്ങൾ സെൽഫിയും ചപ്പും കോപ്പും ഒക്കെ എടുത്ത് കണ്ടവന്മാർക്കൊന്നും അയക്കാതിരിക്കുക ദയവ് ചെയ്ത്. ഇന്നത്തെ കാലം അങ്ങനെയാണ്. ഈ അമ്മയ്ക്കകത്ത് ഇത് എടുത്തിരുന്ന ആരാണെന്ന് നിങ്ങൾക്ക് ഊഹിച്ചാൽ ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ മനസ്സിലാവും. വീട്ടിലുള്ള ഏതെങ്കിലും ഒരുത്തൻ, സ്വന്തം വീട്ടിലുള്ള ഏതെങ്കിലും ഒരുത്തനായിരിക്കും ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്. ഇതിന്റെ പ്രൂഫും ഞാൻ ഈ വീഡിയോയ്ക്ക് തന്നെ നിങ്ങൾ കാണിക്കുന്നത് കണ്ടു നോക്കണം. സ്വന്തം അമ്മമാരുടെ അല്ലെങ്കിൽ ഉമ്മമാരുടെ ഒക്കെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് കണ്ടവന്മാർക്ക് ഉണ്ടാക്കാൻ ഇട്ട് കൊടുക്കുന്ന ഇവനെയൊക്കെ പോലുള്ള അവനെയൊക്കെ എന്തിന് പറയട്ടെ. ഇതേപോലെ വെളിയിൽ ഗസ്റ്റൊക്കെ വന്നിരിപ്പുണ്ട്, ഉമ്മായൊക്കെ അവിടെ അടുത്തിരിപ്പുണ്ട്, വെളിയിൽ സൈഡിലിരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര സെൻസർ ചെയ്ത് സംസാരിക്കുന്നത്. എല്ലാവരെന്നുണ്ടെങ്കിൽ എൻ്റെ നാക്കിന് കുറേക്കില്ല, ഞാൻ വല്ലതും വിളിച്ചിട്ട് അങ്ങനെ എന്തേരാനും കുറയാവും. സ്വന്തം ഉമ്മയുടെയും സഹോദരിയുടെ അല്ലെങ്കിൽ അമ്മയുടെയും അനിയത്തിയുടെയും ചേച്ചിയുടെ ഒക്കെ ഫോട്ടോ എടുത്തിട്ട് കണ്ടവന്മാർക്ക് അയച്ചു കൊടുക്കുന്നത് സാമാന്യം വെട്ടിക്കടലില്ല. പിന്നെ അവൻ്റെയൊക്കെ ഇതൊക്കെ കുറച്ച് എക്സ്ട്രീം വൾഗാരിറ്റിയോട് പോയിക്കൊണ്ടിരിക്കുക. ഇത് നമ്മുടെ സൊസൈറ്റി അറിയേണ്ട സമയമാണ്. ആൻഡ് നമ്പർ ഫോർ ഈസ് ക്യാൻഡിഡ്. ക്യാൻഡിഡ് എന്ന് പറയുന്നത് നിങ്ങൾ വഴി കൂടെ നടന്നു പോകുന്നത്, നിങ്ങൾ ബസ്സിൽ ഇരിക്കുന്നത്, നിങ്ങൾ എവിടെയെങ്കിലൊക്കെ നിൽക്കുന്നത്, വീട്ടിലോ ഫ്രണ്ട്സിന്റെ കൂടെയോ സർക്കിളിലോ എവിടെ നിൽക്കുന്നത്, ആ ഫോട്ടോ അതൊരു സെക്ഷൽ രീതിയിൽ കൺവേർട്ട് ചെയ്ത് ഈ ഗ്രൂപ്പിൽ കൊണ്ടുവരാം. അങ്ങനെ അവളുടെ അത് കണ്ടോടാ, അവളുടെ ഇത് കണ്ടോടാ എന്ന് പറഞ്ഞിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു കൂട്ടം സൈക്കോസ്. നിങ്ങളെ എവിടെയും സേഫ് അല്ല ലേഡീസ്, നിങ്ങൾ എവിടെയും സേഫ് അല്ല. ആളുകളും സേഫ് അല്ല, കുണ്ടന്മാരും ഉണ്ട്. ലേഡീസ് നിങ്ങൾ എവിടെയും സേഫ് അല്ല. നിങ്ങളെയൊക്കെ ഫോട്ടോസോ കാര്യങ്ങളൊക്കെ ഇതേപോലെ എവനെങ്കിലും ഒക്കെ എടുക്കുന്നുണ്ടോ ഇല്ലെന്നൊക്കെ നിങ്ങൾ നോക്കിക്കോളുക. നിങ്ങളുടെ ശരീരം ഒരിക്കലും മറ്റുള്ളതിനൊരു കാഴ്ച വസ്തു ആയി മാറരുത്, അതിന് മാറ്റരുത്. അപ്പൊ നിങ്ങളുടെ ഡ്രസ്സിനെ കുറിച്ച് ഒന്നും അല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചുള്ള, നിങ്ങൾ ഇങ്ങോട്ട് പോകുന്ന സമയത്ത് നടക്കുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും അനുവാദം ഇല്ലാതെ നിങ്ങളുടെ ഫോട്ടോ കാര്യങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതികരിക്കുക. നിങ്ങളുടെ ശരീരത്തിൽ തൊടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതികരിക്കുക. നിങ്ങൾക്ക് ഒരു തെളിവെന്ന രീതിയിൽ എന്തെങ്കിലും മോശമായിട്ട് കാണുകയാണെങ്കിൽ വീഡിയോ എടുത്ത് വെക്കുക, അത് പബ്ലിസിറ്റി ആക്കാതിരിക്കുക. ആദ്യം പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുക. അതിനുശേഷം അവൻ ചെയ്തെന്ന് ഉറപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുശേഷം അവന്റെ ചെയ്ത തെറ്റില് നിങ്ങൾക്ക് നീതി കിട്ടുന്നില്ല അല്ലെങ്കിൽ അവന് ശിക്ഷ കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അവൻ വീണ്ടും അതിൽ കുറ്റബോധപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പബ്ലിക്കാക്കി നാണം കെടുത്ത് എന്താന്ന് വെച്ച് ചെയ്തോ. ബട്ട് ആദ്യം ഫസ്റ്റ് സ്റ്റേജിൽ നിങ്ങളൊന്നും പബ്ലിക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒന്നും ഇടാതിരിക്കുക. കാരണം ചിലപ്പോൾ നിരപരാധികളായിരിക്കാം. വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഫോട്ടോസോ വീഡിയോസോ കാര്യങ്ങളൊക്കെ ആരെങ്കിലും എടുക്കുന്നുണ്ടോ ഇല്ലെന്ന് നിങ്ങൾ ഒന്ന് സൂക്ഷിച്ച് വേണം പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ നിൽക്കാൻ. ജസ്റ്റ് ആൻ അഡ്വൈസ്.
കാരണം എല്ലാവരും കാറിലും ബൈക്കിലൊക്കെ പോകുന്നവരായിരിക്കില്ല, ബസ്സിൽ പോകുന്ന സ്ത്രീകളൊക്കെയാണ് പറയുന്നത്. പിന്നെ ചിലവന്മാര് കാരണം ഇപ്പം ഇനി റിയലായിട്ട് എന്തെങ്കിലും സെക്ഷൽ അബ്യൂസോ അല്ലെങ്കിൽ റിയലായിട്ട് എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ പോലും ചിലവന്മാര് കാരണം ഇനിയിപ്പം ആരും വിശ്വസിക്കത്തില്ല. നിങ്ങൾ പറഞ്ഞ പോലെ ആ അവസ്ഥയിലൊക്കെയാണ് ഓരോ നല്ല മോളുമാര് കൊണ്ടെത്തിച്ചേർക്കുന്നത്. അപ്പൊ നമുക്ക് ബാലൻസ് കാണാം. ഈ 4 കാറ്റഗറി എനിക്ക് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. ഈ 4 കാറ്റഗറി എന്ന് പറയുന്നത്, ഈ 4 കാറ്റഗറിയിൽ ഞാൻ ആലോചിക്കാണ് എങ്ങനെയാണ് ആൾക്കാർക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റണമെന്ന്. എങ്ങനെയാണ് ഇതിനു വേണ്ടി മാത്രമായിട്ടൊരു ജീവിതം? ഇവനെയൊക്കെ ഇപ്പം നിങ്ങൾ വെറുതെ വിട്ടാൽ, ഇപ്പം ഈ പറയുന്ന സമയത്ത് നിങ്ങൾ ഇവനെയൊക്കെ വെറുതെ വിട്ടാൽ നാളെ ഇവനെയൊക്കെ ഓരോ ന്യൂസുകൾ നിങ്ങൾക്ക് കാണേണ്ടി വരും. അത് നമുക്ക് വേണ്ടപ്പെട്ടവരെ ഉപദ്രവിച്ചിട്ടായിരിക്കും ഇവനെയൊക്കെ കാണേണ്ടി വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മ പോലും സേഫ് അല്ല ഈ ചിലക്കര പോലത്തെ സാധനങ്ങൾ എന്ന് പറയുന്നത് എൻജോയ് ചെയ്യാൻ ഒരു കൂട്ടം ആൾക്കാരും. ഈ ഫോൺ വാങ്ങി കൊടുക്കുന്നതിന് അപ്പുറത്തോട്ട് ഇവന്മാർ ഇതിനകത്തൊക്കെ എന്തൊക്കെയാ ചെയ്ത് കൂട്ടുന്നതെന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് അന്വേഷിക്കാൻ പറ്റുമോ? ഒന്ന് അന്വേഷിക്കണം. കാരണം ചിലവന്മാരെ ഒന്നും വേണ്ട, എനിക്ക് ഇവരൊന്നും പിടിച്ച് പോലീസിനെ കൊടുക്കണമെന്നൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ അമ്മമാരെ അച്ഛന്മാരെ ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ അവന്മാരുടെ അടുത്ത് അവന്മാരെ പറഞ്ഞ് മനസ്സിലാക്കണം, കൊടുക്കുക, അമ്മമാരെ പറഞ്ഞ് മനസ്സിലാക്കുക, മോനെ ഇങ്ങനെ ജീവിക്കേണ്ടത് ഇതെല്ലാം ചെയ്ത് അതെങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്യേണ്ട സമയമായി. അതുകൊണ്ട് മാത്രം ഇത്രയും എക്സ്ട്രീം വഴിയായിട്ടുള്ള സാധനങ്ങൾ ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നത്. മേ ബി ചിലപ്പോൾ ഈ വീഡിയോ ടേക്ക് ഓവർ ആവും എന്തോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. അക്കൗണ്ടിൽ ഒന്നുമല്ല, കുറച്ച് ദിവസം ഞാൻ ഒരു കോണ്ടന്റ് വേറെ ഗെയിമോ ഒന്നും ഇതല്ല, കുറച്ച് ദിവസം ഞാൻ ഇതിന്റെ പുറകെ മാത്രമാണ് പറയണമെന്ന് തോന്നി. ആൻഡ് ഞാൻ അവസാനമായിട്ട് നിങ്ങൾ ഒരു ഗ്രൂപ്പും കൂടി കാണിച്ചു തരാം. ഈ ഒരു ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഗ്രൂപ്പിന്റെ പേര് എന്താ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. മെയിൽ ദ റേപ്പ് എംപയർ, ഗേൾസ് ഇസ് ഈക്വൽ ടു സെക്സ് ടോക്കി സ്ലാഷ് ലൈഫ്. ദിസ് ഇസ് എ ഫാന്റസി വേൾഡ്. പെണ്ണാണ് എന്റെ സുഖത്തിന് വേണ്ടിയുള്ള ഒരു വസ്തു, എ സെക്ഷൽ ഒബ്ജക്ട്. ഇതാണ് ഗ്രൂപ്പ്. ഇതിനൊക്കെ എന്തൊന്നും പറഞ്ഞെടുത്ത് നമ്മൾ എങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. റേപ്പിനെ വരെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഗ്രൂപ്പും കാര്യങ്ങളും. ഒരു റേപ്പിന്റെ ഒക്കെ വേദന അല്ലെങ്കിൽ അതിന്റെയൊക്കെ വിഷയങ്ങൾ എന്താണെന്നൊക്കെ ഈ ഇടുന്ന തന്തയില്ലാത്തവന്മാർക്ക് അറിയാമോ എന്തോ? ഇത് വില മനസ്സിലാവും, ഇതിന്റെയൊക്കെ ഇതൊക്കെ മനസ്സിലാവും. എങ്ങനെയാണെന്ന് അറിയാമോ? ഇത് ഇടുന്നവന്മാരെ പിടിച്ചു നിർത്തിയിട്ട് ഈ മൂട്ടില് ഇടിച്ച് കയറ്റി കൊടുക്കണം. അപ്പൊ മനസ്സിലാവും ഈ റാപ്പും കാര്യങ്ങളൊക്കെ എന്തരാണ്. ഉമ്മാരൊക്കെ അങ്ങനെയാണ് ചെയ്യാറുള്ള. അങ്ങനെ ചെയ്താലേ ഉമ്മാരൊക്കെ ഈ കുത്തിക്കഴുപ്പുകൾ മാറും. ഡിസ്ക്രിപ്ഷൻ ഞാൻ പറയുന്നത് വെറുതെ കയറി ഫോൺ കാണുന്ന ആൾക്കാരെ അല്ല ഞാൻ പറയുന്നത്. ഇവരെ പോലത്തെ ആൾക്കാർ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കി ഇടുമ്പോഴല്ലോ ഇതിലേക്ക് വന്ന് ചെയ്യുന്ന പിള്ളേരുണ്ട്. ഈ പിള്ളേര് ഈ ഒരു കൾച്ചറിലേക്ക് മാറുക, ഇവരെ ഈ കൾച്ചറിലോട്ട് ഇങ്ങനത്തെ തോട്ട്സിലോട്ട് ഇൻജക്ട് ചെയ്ത് വെച്ച് കൊടുക്കുക. പെണ്ണിന് അതാണ്, പെണ്ണ് അതിനു വേണ്ടി മാത്രമുള്ളതാണ് എന്ന് ഇൻജക്ട് ചെയ്ത് വെച്ച് പഠിപ്പിക്കുന്ന ഗ്രൂപ്പുകളായിരിക്കും. ഇനിയും ഇതൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ആരും സ്പീക്കപ്പ് ചെയ്യണില്ല, ആരും എന്താ സംസാരിക്കുന്നത് നടക്കുള്ളൂ. ഇതൊക്കെ കുറെ പേർക്ക് അറിയാം, ഇതൊക്കെ കുറെ പേര് കണ്ടിട്ടുള്ളൂ. ആരും എന്താ ഇതിനെ പറ്റി സംസാരിക്കാത്ത എനിക്കറിയാം. ഞാൻ ഈ വീഡിയോ ചെയ്തപ്പോൾ പോലും വളരെ കുറച്ച് ക്രിയേറ്റേഴ്സ് മാത്രമേ ഇതിനൊക്കെ വേണ്ടി റിയാക്ട് ചെയ്തിട്ടുള്ളൂ. എല്ലാവർക്കും സ്വന്തം വീഡിയോയും സ്വന്തം ഫോട്ടോയും വരുമ്പോൾ എന്റെ ഇൻബോക്സിൽ വന്നിട്ട് ബ്രോ അവനെ എങ്ങനെ കണ്ടുപിടിച്ച് എന്ന് ചോദിക്കാറുണ്ട്. അതിനെനിക്ക് മറുപടി കൊടുക്കാൻ താല്പര്യമില്ല. എല്ലാവരും വിചാരിച്ചാൽ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും ഒരു പരിധി വരെ. അത് നിങ്ങൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ പറയുന്നത് പോലെ ഇവന്റെ ഒക്കെ അനിയുണ്ടെങ്കിൽ അനിയന്റെ അല്ലെങ്കിൽ ഇതിലാണെന്ന് മാത്രമൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ പെൺകുട്ടികളുടെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല. അത് ഇനി ബാലൻസ് പുള്ളി അതിങ്ങനെ ഇതിൻ്റെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോ ഇതൊക്കെയാണ് സംഭവങ്ങൾ. പുള്ളിയുടെ അക്കൗണ്ടിൽ ഫുള്ള് വീഡിയോ അടപ്പുണ്ട്. ഞാൻ നിർത്തി കാണിച്ച എല്ലാ ഒറ്റ സ്ട്രെച്ചിൽ കാണാതിരിക്കുന്ന താല്പര്യമുണ്ടെങ്കിൽ പുള്ളിയുടെ അക്കൗണ്ടിൽ പോയി നോക്കുക. ഭയങ്കര വിഷയമാണ് ഈ ടെലഗ്രാം എന്ന് പറഞ്ഞ സാധനം. ഇതിലിങ്ങനെ ഓരോന്ന് വരും. ഏതെങ്കിലും പിള്ളേര് ഫോണൊക്കെ എടുത്തിട്ട് അതിനകത്ത് വന്ന് കയറും. പിന്നെ ഇതാണ് ഇങ്ങനെയാണ്, അപ്പൊ ഇതിൽ വരുന്ന സാധനങ്ങളുണ്ട്, ഇതൊക്കെ ഇതേപോലെയൊക്കെ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, ഇതേപോലെയൊക്കെ പറയുന്നതാണ് ആണായി മാറുള്ളൂ, അല്ലെങ്കിൽ ഒരു ആണത്തോ എന്നൊക്കെ വിചാരിച്ച് അങ്ങോട്ട് മാറും. ഇതൊന്നും അല്ല പിള്ളേരെ മക്കളെ ആണത്തോ കാര്യമൊന്നും. പിള്ളേർ പോൺ വീഡിയോസ് നിങ്ങൾക്ക് നിങ്ങളുടെ വിചാരം അടക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്റെ സൈറ്റിൽ പോൺ വീഡിയോസ് ഉണ്ട്. അതിനായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്, ഫോൺ സൈറ്റുകളുണ്ട്. പോയിരുന്ന് കാണുക, എന്താണെന്ന് വെച്ചാൽ കാണിക്കുക. പക്ഷെ അന്യൊരു വ്യക്തി അവരറിയാതെ, ഒരു സ്ത്രീയോ പുരുഷനോ ആരോ ആയിക്കോട്ടെ, അന്യൊരു വ്യക്തിയുടെ ശരീരം നോക്കിയല്ല നമ്മൾ നമ്മുടെ സുഖം കണ്ടെത്തേണ്ടത്, അല്ലെങ്കിൽ അത് ഷെയർ ചെയ്തൊന്നും അല്ല ആനന്ദം കണ്ടെത്തേണ്ടത്. അതൊക്കെ വളരെ ചീപ്പായിട്ടുള്ള കാര്യമാണ്, വളരെ ചീപ്പായിട്ടുള്ള കാര്യമാണ്. അതിനൊക്കെ പോൺ സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര ഒരുപാട് സെൻസർഷിപ്പ് ചെയ്ത് സംസാരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സെൻസർഷിപ്പ് ഇല്ലാതെ സംസാരിക്കാം. സെൻസർ ബോർഡ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ പറഞ്ഞു വരുന്നത് കൊച്ചു കഴിവുകളുടെ അടുത്താണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ബാക്കിയുള്ളവരുടെ ഏതെങ്കിലും പെൺപിള്ളയുടെ സ്ത്രീകളുടെ ഒക്കെ ഫോട്ടോസും കാര്യങ്ങളും ടെലിഗ്രാമിൽ നിന്ന് നോക്കിയിട്ട് നിന്റെയൊക്കെ ഫോണിൽ കൊണ്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല ബാത്റൂമിൽ പോയിരുന്ന പരിപാടിയാണ്. അതിനൊക്കെ പോൺ സൈറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളുണ്ട് മക്കളെ. അപ്പം അത് പോയി കണ്ടിട്ട് അതിന്റെ പരിപാടികൾ നോക്കുക. വേറെ ഒരാളുടെ ശരീരം നോക്കി അങ്ങനെയല്ല. അസുഖത്തിന് വേണ്ടി അങ്ങനത്തെ കാണിക്കുന്നത് വെറും തന്തയിലാമച്ചമാണ്. ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ നീ കാണിക്കുന്ന വെറും തന്തയിലാമച്ചമാണ്. അടിച്ച് കവാലല്ല, ഈ കാണിക്കുന്ന സാമാനം ചവിട്ടി കളയണം. അങ്ങനത്തെ പരിപാടികളാണ് കാണിക്കുന്ന കൊച്ചു കഴിവുകളുടെ അടുത്തായിട്ടാണ് പറയുന്നത്. നീയൊക്കെ മൈനറായി പോയിട്ടൊക്കെ ഇരിക്കും. നീയൊക്കെ ഇതിന്റെ കീഴിൽ ലൂപ്പ് ഹോളിലൊക്കെ വെളിയിൽ വരുന്നത്. വലിയ മോന്മാരും ഉണ്ട്, അത് വേറെ. കൊച്ചു പിള്ളേരുടെ അടുത്താണ് വേണ്ട. കൊച്ചു പിള്ളേരുടെ പാരന്റ്സിന്റെ അടുത്താണ് പറയുന്നത് ഫോണിൽ
എടുത്ത് കൊടുക്കുമ്പോൾ ഗൂഗിളിൽ നിങ്ങളുടെ ഇമെയിൽ കൊടുത്തിട്ട് പാരന്റൽ കൺട്രോൾ വെച്ചിട്ട് 18 വയസ്സിന് താഴെയുള്ള കഴിവുകളുടെ പാരന്റൽ കൺട്രോൾ വെച്ചിട്ട് മോണിറ്റർ ചെയ്തോണ്ടിരിക്കുക. എന്ത് സെർച്ച് ചെയ്യുന്നു, എന്ത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നു, ഈ സാധനങ്ങളെല്ലാം നിങ്ങൾ നോക്കിക്കോളുക. നിങ്ങൾ നോക്കിയില്ല, നിങ്ങളെ മക്കളെ നിങ്ങളാണ് നോക്കാറുള്ളത്, നിങ്ങളുടെ ഉത്തരവാദിത്തം. നിങ്ങൾ നോക്കിയില്ലെന്നുണ്ടെങ്കിൽ കേട്ടു. പിന്നെ 18 കഴിഞ്ഞിട്ട് അവന്മാർ എന്തൊരു പാപ്പ കാണിച്ചിട്ടെന്ന് പറഞ്ഞിട്ടാ 18 വരെയെങ്കിലും ഒക്കെ ഒന്ന് നോക്കണം. ഫാൻസ് കാണാനും കൂടെ വേണ്ടിയാണ് പറയുന്നത്. ഇത് കാണുന്ന ചിലന്മാർ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുന്ന ചിലന്മാരെ പറയും നമ്മുടെ അമ്മമാരെയും കസിൻസിന്റെയും ഇതിന്റെ ഒന്നും നമ്മളെ നോക്കി അങ്ങനെ നമ്മളെ കാണിക്കൊന്നുമില്ല, അല്ലെങ്കിൽ നമ്മൾ ആർക്കും എടുത്ത് അയച്ചു കൊടുക്കൂല. നമ്മളല്ലാത്ത ആൾക്കാരെ വഴിയാ പോകുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കത്തുള്ളൂ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവന്മാർ കാണും. ഇത് കേൾക്കുമ്പോഴേ ഇത്ര കുത്തലില്ല എന്നാൽ ചെറിയ കുത്തലുള്ളവന്മാർ കാണും. അപ്പൊ അവന്മാരത്തൂടെ പറയണം, നാളെ സമയത്ത് നിന്റെയൊക്കെ അമ്മയും സഹോദരിയുടെ ഒക്കെ ഫോട്ടോ ഇതേപോലെയൊക്കെ കിടന്നു നീന്തി അടിക്കുമ്പോഴേ, പല സ്ഥലത്തും കിടന്ന് നീന്തി അടിക്കുമ്പോൾ ഒരു ഇത് വരും. അത് ചെയ്തവനെ കടിച്ചിരിക്കാനും കൊല്ലാനായിട്ടുള്ള ഒരു തോന്നൽ വരും. ചിലപ്പോൾ നീയൊക്കെ ചെയ്യുന്നത് തന്നെ വേറെ. അപ്പൊ ഞാൻ ചോദിക്കും, എന്റെ ആരും അല്ലല്ലോ, എന്റെ ആരെയും ഞാൻ ഇങ്ങനെ കാണിക്കുന്നില്ലല്ലോ എന്ന് അവൻ തിരിച്ചു വെച്ചേക്കും, നിനക്കൊക്കെ പൊള്ളും. ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവന്മാരുണ്ടെന്നുണ്ടെങ്കിൽ വെച്ച് കെട്ടിക്കൊള്ളുക. എന്നിട്ട് അകത്ത് പോയി കഴിഞ്ഞാൽ നീ ഒരാളെ നിന്നെ എന്തെങ്കിലും പറഞ്ഞ ഒരുത്തനെ അടിച്ചിട്ടോ പിടിച്ചിട്ടോ നീ ജയിലിൽ പോയിക്കോ, ഓ സന്തോഷമാണ്. അടിപിടി കേസ് അങ്ങനെയാണ്. പക്ഷെ ഇതേപോലത്തെ കേസുകളൊക്കെ നാണക്കേടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേപോലത്തെയൊക്കെ ഇതൊന്നും അത്ര ശരിയായിട്ടുള്ള നടപടിയല്ല. ഇനി അഥവാ നിനക്കൊക്കെ ഇതേപോലെ കാണിക്കുക, സ്വന്തം വികാര സ്വയം ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, മുട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയ തന്റെ അടുത്തും തള്ളടുത്തും പോയി പറയുക, എനിക്ക് മുട്ടി നിൽക്കുകയാണ്, എനിക്ക് അടക്കി പിടിക്കാൻ പറ്റില്ല, എനിക്ക് പെണ്ണിട്ടണം, എനിക്ക് പെണ്ണിട്ടണം. എന്നിട്ട് മറ്റെല്ലാ പാട്ടൊക്കെ പാടി പറ, എനിക്ക് പെണ്ണിട്ടണം, എനിക്ക് പെണ്ണിട്ടണം, എനിക്ക് പെണ്ണിട്ടണം. അങ്ങനെ പോയി പറ, എനിക്ക് അമ്മേ എനിക്ക് പെണ്ണിട്ടമ്മേ, എനിക്ക് അമ്മ പെണ്ണിട്ടണമ്മേ എന്ന് പറഞ്ഞ് പോയി പറയണം. അപ്പൊ ഏതെങ്കിലും ഒരുത്തിയെ പിടിച്ച് തലയിൽ കെട്ടി വെച്ച് തരും. അല്ലാന്നുണ്ടെങ്കിൽ നിനക്ക് അടക്കി പിടിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ സെക്ഷൽ വർക്കേഴ്സ് ഉണ്ട്, പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, പോവുക, കണ്ടുപിടിക്കുക, കിടപ്പ് വെക്കുക. എവിടെ കിടക്കുന്ന നിങ്ങൾക്ക് അറിയാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന തന്നെ ആൾക്കാരുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് തന്നെല്ലാം തരം കാണിക്കുകയല്ല ചെയ്യാം. കൊച്ചു കഴിവുകളുടെ പാരൻസ് നോക്കിക്കൊള്ളുക, കൊച്ചു കഴിവുകളെ ഇപ്പോൾ പാരൻസ് നോക്കിക്കൊള്ളുക, വലിയ കഴിവുകളെ സ്വയം നോക്കിക്കൊള്ളുക. ഇല്ലാന്നുണ്ടെങ്കിൽ ജീവിതം അഴിക്കടയിലായിപ്പോവും. അപ്പോൾ ഇതിന്റെ വീഡിയോയെ പറ്റി എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഐ ഹോപ്പ് ഒരു ഗ്രൂപ്പ് ഓഫ് ലേഡി ഓഡിയൻസ്, ഫീമെയിൽ ഓഡിയൻസ് ഇത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ആൻഡ് എ പേഴ്സൺ ദാറ്റ് ഐ കെയർ മോർ, വ്യക്തിയും ഇത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ടാണ് എനിക്ക് നേരത്തെ പറയാൻ ഓപ്ഷനിൽ എന്തുകൊണ്ടാണ് പണ്ട് ഞാൻ പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത് എന്ന് ഈ വീഡിയോസും കാര്യങ്ങളും കാണുമ്പോൾ മനസ്സിലാവുമെന്ന് ആ വ്യക്തിക്കും മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായാൽ നിങ്ങൾക്ക് കൊള്ളാം, ഇല്ലാന്നുണ്ടെങ്കിൽ നീ മുമ്പ് അത്ര എനിക്ക് പറയാറുള്ളൂ. നിന്നെ നീ സൂക്ഷിച്ച ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും കൂടെ ആയിട്ടാണ്. ഞാൻ പിന്നെ ഒരാളെ പർട്ടിക്കുലർലി മീൻ ചെയ്താണ് ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങളെ മീൻ ചെയ്തായിട്ട് പറഞ്ഞായിട്ട് നിങ്ങൾ കൂട്ടിക്കോ, നിന്നെ നീ സൂക്ഷിച്ചു തന്നെ നിനക്ക് കൊള്ളാം. അടി കിട്ടിയാണൊക്കെ ആയിരിക്കത്തില്ല, വേറെ എന്തായിരിക്കും വരുമ്പോൾ. അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഓടാൻ പോലും നിനക്ക് ചിലപ്പോൾ ആരും കണ്ടെന്ന് വരത്തില്ല. സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരൊന്നും നിന്റെ കൂടെ ഇല്ല, മനസ്സിലാക്കിക്കോളുക. അത് ഞാൻ ഒരാളെ മീൻ ചെയ്ത് പറഞ്ഞാണ്, കാണും, പുള്ളി എന്തായാലും കാണും. അപ്പൊ അയാളെ മീൻ ചെയ്ത് പറഞ്ഞാണ്. അപ്പൊ ഇനി നമുക്ക് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ പാർട്ടിലേക്ക് പോവാം. വീഡിയോക്ക് 2 പാർട്ടായിരുന്നു, രണ്ടാമത്തെ പാർട്ടിലേക്ക് പോവാം. എല്ലാവർക്കും പൊതുവെ വരുന്ന ഡൗട്ടാണ്, ഈ കൊച്ചു പിള്ളേർക്കൊക്കെ എങ്ങനെയാണ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള അനലൈസേഷൻ നടത്തിയിട്ട് ഫോട്ടോ റിസൾട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ആപ്പിലോട്ട് ആക്സസ് വരുന്നത് എങ്ങനെയാണെന്ന് തോന്നും. ഡിവൈസ് ലാപ്പും ഇതൊക്കെ വേണ്ടി വരില്ല, ഇതൊക്കെ ചെയ്യണമെന്ന് തോന്നും. ഒരു കുഴപ്പം വേണ്ട, ലാപ്പും വേണ്ട, ഒരു കുഴപ്പം വേണ്ട, ഫോൺ മതി. അതായത് ഇപ്പൊ മെയിൻ ആയിട്ടുള്ള കുറച്ച് ആപ്സ് ഞാൻ പറഞ്ഞത്, ഇത് പഠിക്കുന്നത് ഞാൻ പറയാണ്. ChatGPT, ജെമിനി, പെർപ്ലക്സിറ്റി, ഗ്രോ. ഇതില് ChatGPT, ജെമിനി, പെർപ്ലക്സിറ്റി, ഈ മൂന്ന് സാധനം മാറ്റി നിർത്തുക. അതിനകത്ത് ഒരു പരിധി വിട്ട് നമുക്ക് ഏതെങ്കിലും ഡ്രസ്സുകൾ മാറ്റാൻ പറ്റും. ഡ്രസ്സ് ഒരു ലിമിറ്റ് വിട്ട് സെക്ഷുവാലിറ്റി കാണിക്കുന്ന, ന്യൂഡിറ്റി കാണിക്കുന്ന ഡ്രസ്സസിലോട്ട് ChatGPT, ജെമിനി, പെർപ്ലക്സിറ്റി പോലുള്ള ആപ്പുകൾ പുഷ് ചെയ്യത്തില്ല. അവിടെ ഒരു ലോക്ക് ഉണ്ട്. അതിനിപ്പോ നിങ്ങൾ എത്ര വേരിയന്റ് എടുത്തിരുന്നാലും there is a lock for that. ആൻഡ് ഞാൻ പറഞ്ഞ 4ാമൻ ഗ്രോ, സിമ്പിൾ ചോദിച്ചോ ഗ്രോക്ക്. ഈ വീഡിയോ ഫോർ ലേഡീസ് ആൻഡ് പാരന്റ്സ്. ഈ ഒരു പാർട്ട് മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്തേക്കണം, ഈ പറയുന്ന സാധനം മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്തേക്കണം. പിന്നെ ഞാൻ ഈ പറഞ്ഞ 4ാമൻ ഗ്രോക്കിന്റെ ദിവസം പറയുന്ന. അപ്പോൾ ലേഡീസ്, അമ്മമാര്, സഹോദരിമാരൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ ആപ്പാണ് സാധനം. ഈ ആപ്പിൽ നിന്നാണ് കൂടുതലും വരുന്നത്. പിന്നെ ആമ്പിള്ളേർ ഇത് കാണുന്നവന്മാരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതൊരു അവയർനെസ്സിന് വേണ്ടി നിങ്ങളുടെ അമ്മമാരെയും സഹോദരിമാരെയൊക്കെ നിങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി എങ്ങനെയൊക്കെയാണ് വരാൻ ചാൻസ് എന്നുള്ളത് എന്നുള്ള ഒരു അവയർനെസ്, എങ്ങനെയാണ് ഈ സാധനം വരുന്നത്, ഇതിന്റെ ഒരു ഭീകരത, ഒരു ഫോട്ടോ കിട്ടിയതിന് എങ്ങനെ ആക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഭീകരത കാണിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. ഇത് ഈ ഒരു പാർട്ടോ, ഈ വീഡിയോയുടെ ഈ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ 2 ബൂസ്റ്റുള്ള ഒരു ആളാണ്. ഇത് ഞാൻ അവയർനെസ് എന്ന് പറഞ്ഞ ഒരു പർപ്പസിന് വേണ്ടിയാണ് ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, കാണിച്ചു തരുന്നത്. ഇതിന്റെ ഭീകരത മനസ്സിലാക്കാൻ വേണ്ടി, ഇന്റൻസിറ്റി മനസ്സിലാക്കാൻ വേണ്ടി, ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഈ പരിപാടി കാണിച്ച് എവനെങ്കിലും എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ നീക്ക് അകത്ത് പോവും.
ഇതൊക്കെ ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു തന്നെ. അപ്പൊ ഞാൻ അവയർനെസ്സിന് വേണ്ടിയാണ് ഇത് കാണിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇതിൽ നിന്ന് ഒരു അവയർനെസ് എടുക്കാവൂ, ഇതെടുത്ത് വെച്ചിട്ട് ഈ പരിപാടി കാണിക്കരുത് എന്ന് നേരത്തെ പറഞ്ഞുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. ആപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രോക്കാണ്. ഇത് ഈ കാണുന്ന സാധനം, ഇതാണ് ആപ്പ്. മറ്റ് ആപ്പുകളുടെ പോലെ പ്രോ വേരിയന്റും കാര്യങ്ങളൊന്നും ഈ ആപ്പിന് ആക്സസിനായിട്ട് വലിയ ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു 3-4 ഇമെയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ലിമിറ്റ് ചെയ്യുന്ന വീഡിയോ ഫോട്ടോ ക്രിയേഷൻ ലിമിറ്റ് ചെയ്യുന്നതനുസരിച്ച് ഇമെയിലോട്ട് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പുതിയ ഇമെയിൽ എടുത്തെടുത്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പോൾ ഈ സാധനത്തിന് ഈസി ആക്സസ് ആണ്. കാരണം ഇത് ബഡ് ട്വിറ്ററായിരുന്നു ഇപ്പൊ എക്സിന്റെ ഇതിൽ വന്നത്, അതായത് എലോൺ മസ്ക് കണ്ടന്റെ സാധനമാണ് ഗ്രോക്ക്. ഇതിനകത്ത് പോയി നമുക്ക് മറ്റേ പഠിക്കുന്ന സാധനങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ഉപയോഗം തരില്ല. പക്ഷേ ഇതേപോലത്തെ അറാമ്പകൾ കാണിക്കാനായിട്ട് ഈ സാധനം ഭയങ്കര ഉപയോഗമാണ്. ഫോട്ടോ ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഇപ്പം എന്റെ പല തമ്മനയിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, എന്റെ മിക്കുള്ള തമ്മനയിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ഗ്രോക്കിലും ജെമിനിയിലും ഒക്കെ യൂസ് ചെയ്താണ്. അപ്പോൾ ഇതിന്റെ ഇന്റൻസിറ്റി ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഫോട്ടോ കാണിക്കും. ഈ ഫോട്ടോയ്ക്ക് ആരെങ്കിലും ആയിട്ട് റെസംബ്ലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നതാണ് ഞാൻ ഇത് AI ജനറേറ്റഡ് ക്യാരക്ടറാണ് ഈ സാധനം. റെസംബ്ലൻസ് ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. റെസംബ്ലൻസിന്റെ കേസ് ഞാൻ പറഞ്ഞുതരാം. AI ജനറേറ്റഡ് ക്യാരക്ടറാണ് ഈ കാണിക്കുന്നത്. ഇതിനെ ഞാൻ കുറച്ചൊന്ന് മാറ്റി കാണിച്ചു തരാം. ഈ ഫോട്ടോ ഉണ്ടോ? ആദ്യം കാണിച്ച ആ ക്യാരക്ടറിനെ ഈ ഒരു ലെവലിലോട്ട് ഞാൻ കൊണ്ടുവന്നാക്കി. ഇതിന്റെ അപ്പുറം പോവും ഗ്രോക്കിൽ, ഇതിന്റെ അപ്പുറം പോവും. ഇതാണ് ഗ്രോക്ക് എന്ന് പറയുന്ന ഈ ഒരു ആപ്പ്. ഇത് ഈസി ആക്സസ് ഉള്ള AI ആക്സസ് ഉള്ള പെട്ടെന്ന് കിട്ടുന്ന ആപ്പാണ്. സിമ്പിൾ ആപ്പാണ്. ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് ഏതൊരു വ്യക്തിക്കും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇങ്ങനത്തെ ഒരു ഫോട്ടോയെ ഇങ്ങനത്തെ ലെവലിലോട്ട് ആക്കി എടുക്കാൻ പറ്റും. ഇതിന്റെ അപ്പുറം പോകും. അത് ഞാൻ കാണിക്കാത്തതാണ്. അത് കാണിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ ഇന്റൻസിറ്റി കാണിക്കാനുള്ള സാധനമാണ്. അതിന് വേണ്ടിയാണ് പറയുന്നത്. അപ്പം ഒരു ഫോട്ടോ, സാധാരണ അതിന്റെ ഫോട്ടോ ഈ ലെവലിലോട്ട് ആക്കാൻ പറ്റും. അപ്പോൾ ഇതിനി ഏത് ലെവലിലോട്ട് ആക്കിക്കൂടാ എന്ന് നിങ്ങൾക്ക് തലയിലൊരു ബോധ്യം വന്ന് കാണും. എത്രയൊക്കെ ഞാനിത് അവയർനെസ്സിന് വേണ്ടി കാണിക്കണമെന്ന് പറഞ്ഞാലും ചിലവന്മാർ കാണുന്നതിനും പിടിച്ചു വെച്ച് ഇങ്ങനെ വന്നിരിക്കും. അവ എന്താ കാണിക്കാൻ പോണി, ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമാണല്ലോ. അതുകൊണ്ട് പ്രോംപ്റ്റ് കോപ്പൊന്നും ഞാൻ പറഞ്ഞെടുത്തില്ല. എനിക്ക് മറ്റേ ലോജിക്സിന്റെ ബേസിൽ പ്രോംപ്റ്റ് ക്രിയേഷൻ ഒക്കെ മെയിൻ ആയിട്ട് പഠിക്കാനുള്ള. അപ്പൊ എനിക്ക് ഈ സാധനം എങ്ങനെ ആക്കണം എന്നുള്ള പ്രോംപ്റ്റ് ഉണ്ടാക്കാൻ എനിക്കറിയാം. അത് ഞാൻ പറഞ്ഞു തരത്തില്ല. നീ അങ്ങനെ അത് പ്രതീക്ഷയാണെങ്കിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നീ ഒന്നും ഉണ്ടാക്കണ്ട, ഞാൻ പറഞ്ഞു തരത്തില്ല. അപ്പം ഇന്റൻസിറ്റി, ഇതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കണമല്ലോ. അപ്പൊ അമ്മമാര് സഹോദരിമാര് ചേച്ചിമാരൊക്കെ ഫസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് പാരന്റൽ കൺട്രോൾ ഓൺ ആക്കി ഇടുക. നിങ്ങളുടെ ഇമെയിൽ അതിനകത്ത് അടിച്ചിടുക. കുട്ടി എന്തൊക്കെ സെർച്ച് ചെയ്യുന്നു, ഏതൊക്കെ ആപ്പ് അത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുന്നു എന്ന് നിങ്ങൾക്ക് അപ്പൊ നിങ്ങളുടെ ഡിവൈസിൽ അറിയാൻ പറ്റും. അപ്പൊ നിങ്ങൾ അക്സെപ്റ്റ് കൊടുത്താൽ മാത്രമേ ആ കുട്ടിക്ക് ആ ഫോണിൽ ആപ്പ് പോലും പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ക്രോമിൽ നിന്നാലും എവിടെ നിന്നാലും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ മെയിലിൽ കയറി അത് അക്സെപ്റ്റ് ചെയ്യണം. ആ കുട്ടി അല്ലാതെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ നിങ്ങളുടെ മക്കളുടെ ഫോണിൽ, ആണുങ്ങളുടെ ആയാലും ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഫോണിലൊന്ന് ചെക്ക് ചെയ്യുക. ഈ സാധനം ഗ്രോക്ക് എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് കയറുമ്പോൾ തന്നെ ഹിസ്റ്ററി ഓപ്ഷനിൽ കാണും. ഇത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണമെന്ന് ഞാൻ ക്ലാസ് എടുത്ത് തരുന്നതെന്നല്ല വരുത്തുന്നത്. അതുകൊണ്ട് അതൊന്നും പേടിക്കേണ്ട. എവിടെ പോയി എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല. ഇതിന്റെ ഈ ഫോട്ടോ, ഈ സീരിയസ്നെസ്സും ഏത് രീതിയിലൊക്കെ ഇത് നമുക്ക് മാറ്റാൻ പറ്റുമെന്നുള്ളതിന്റെ സിമ്പിൾ മോഡൽ ഞാൻ കാണിച്ചു തന്നതാണ്. അപ്പം അമ്മമാരൊക്കെ പോയി മക്കളെ ഫോണൊക്കെ എടുത്ത് ചുമ്മാ നോക്കുക, ഈ ആപ്പ് ഉണ്ടോ ഇല്ലയെന്ന്. ഇനി അത് ഉണ്ടെങ്കിൽ അതിൽ എന്തെല്ലാം വിലത്തരം കാണിച്ചിട്ടുണ്ടെന്ന് അതിന്റെ ഹിസ്റ്ററി നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഒന്ന് നോക്കുക. നോക്കിയിട്ട് എങ്ങനെയാണ് മക്കൾ ചെയ്യുന്നതെന്നൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ അതാരും കാണാം, അതിന് ഡിലീറ്റ് ആക്കുക. അമ്മമാരെയൊക്കെ പേടാലിക്ക് 2 കൊടുത്ത് പറഞ്ഞ് നേരെ ആക്കുക. കൊച്ചു പിള്ളേരാണ്. പിന്നെ വലിയ കഴിവേറികളാണെന്നുണ്ടെങ്കിൽ നീയൊക്കെ ഉള്ള പോകും. അല്ലെങ്കിൽ ഏതെങ്കിലും അമ്മമാരെയും അനിയത്തിമാരെയൊക്കെ സഹോദരന്മാരെ കൈ കൊണ്ടൊക്കെ നീയൊക്കെ അകത്ത് ചാവും. ഇത് വെളി വരുന്നുണ്ടെന്ന്, ഇത് വെളിയിലൊക്കെ വരുന്നുണ്ടെന്ന് നീയൊക്കെ ആരെങ്കിലും കൈ കൊണ്ട് ചാവും. അപ്പൊ ഞാൻ ഈ കാണിച്ച പാട്ടെന്ന് ഞാൻ പറഞ്ഞില്ല, ഒരു 20 മുറിച്ചുള്ള വാളാണ്. ഞാനിതൊരു അവയർനെസ് പർപ്പസിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞു തന്നത്. ഞാൻ ഈ പറഞ്ഞ രീതിക്ക് ഈ ഫോട്ടോ ഒക്കെ കണ്ട് അതിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ആണെങ്കിൽ അമ്മമാര് ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ വ്യക്തമായിട്ട് പറയുന്നത് നീയൊക്കെ അല്ലാതെ ഒന്നുമില്ല, നീയൊക്കെ അങ്ങനെ ആയി പോകും. ആൾക്കാർ പൊക്കി കെട്ടിച്ചോണ്ട് വരും. എനിക്ക് ഈ ഒരു സാധനത്തിനെ കുറിച്ച് ഞാൻ ഇതിനകത്ത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ തമ്മിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് AI ജനറേറ്റർ ആയിട്ടുള്ള ഇതിന്റെ കോഴ്സിന് വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ ഇതെടുത്ത് വെച്ച് ഇതാക്കിയതാണ്. അപ്പൊ ഈ ഒരു പ്രശ്നം വന്നത് എനിക്കിപ്പോ ഇതിന്റെ സംഭവം എനിക്കറിയാം. പിന്നെ ഇതേപോലുള്ള പ്രോംപ്റ്റും കാര്യങ്ങളൊക്കെ കൊച്ചുങ്ങൾ ഇതേപോലെയൊക്കെ ട്രൈ ചെയ്ത്, ക്യൂരിയോസിറ്റി ആണ് ഇത്. ഇങ്ങനെയൊക്കെ ഇത് കാണുമ്പോൾ ക്യൂരിയോസിറ്റിയിൽ പിള്ളേരുടെ അടുത്ത് ട്രൈ ചെയ്ത് നോക്കും. ഇങ്ങനെ ചെയ്ത് നോക്കിയാലോ അങ്ങനെ ചെയ്ത് നോക്കിയാലോ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കും. ട്രൈ ചെയ്ത് നോക്കുന്ന ടൈമിൽ പ്രോംപ്റ്റ് അവർക്ക് എവിടെ നിന്ന് കിട്ടിയാൽ നമുക്കൊരു ഡൗട്ട് വരും. ഈ പ്രോംപ്റ്റ് ഒക്കെ കിട്ടുന്ന ത്രെഡ്സിൽ നിന്നാണ്. ത്രെഡ്സിലൊക്കെ ഇഷ്ടം പോലെ പ്രോംപ്റ്റുകളുണ്ട്. ഡ്രസ്സ് മാറ്റുന്നത്, ഇത് മാറ്റുന്നത്, ഇതേപോലത്തെ പ്രോംപ്റ്റുകളും ഇങ്ങനെയൊക്കെ കാണിക്കാനുള്ള പ്രോംപ്റ്റുകളും ഒക്കെ വരും. അത് ഓൾറെഡി ഒരുത്തന്മാർ തയ്യാറാക്കി അതിനകത്ത് ബേസ് ചെയ്തിട്ടുണ്ട്. അത് നേരെ എടുത്തുകൊണ്ട് വരും. ഈ ഫോട്ടോ അവർക്ക് വേണ്ട ആരുടെയാണോ ഫോട്ടോ, ഏത് അവർ അയച്ചു കൊടുക്കുന്ന, അവർ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന ഫോട്ടോ അതിന്റെ താഴെ ഈ പ്രോംപ്റ്റും കൂടെ അടിച്ചു കൊടുക്കുമ്പോൾ ആഹാ സാധനം എന്താ പാക്ക് ചെയ്തിങ്ങ് വരും. പിന്നെ അത് അവിടെ കൊണ്ടിടും, ഇവിടെ കൊണ്ടിടും. അത് കണ്ട് വേറെ പരിപാടികൾ, ഇതൊക്കെയാണ് വിഷയങ്ങൾ. പിന്നെ ഫോട്ടോ, ഈ തന്ന ഫോട്ടോസിനെ അനിമേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും എല്ലാം അതിനകത്തുണ്ട്. അതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാനും അതിനൊന്നും ഫോട്ടോ ക്രിയേറ്റ് ചെയ്യാനൊന്നും
വലിയ പാടൊന്നുമില്ല. എന്നൊന്നും കൊച്ചു പിള്ളേർക്കൊന്നും വലിയ ലാപ്പോ PC യോ അല്ലെങ്കിൽ ഹൈ ലെവൽ തലയോ പ്രോംപ്റ്റ് ക്രിയേഷനോ അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇതേപോലുള്ള തെണ്ടിത്തരം കാണിക്കാനുള്ള എല്ലാം ഈ ആപ്പിനകത്തുണ്ട്. അപ്പൊ ഈ ആപ്പ് അമ്മമാരും സഹോദരിമാരും ഒക്കെ സൂക്ഷിച്ചുള്ള കൊച്ചു പിള്ളേരുടെ ഫോണിലൊക്കെ ഉണ്ടോ ഇല്ലെന്ന് നോക്കുക. അവരെന്താണ് സെർച്ച് ചെയ്ത് വെച്ചേക്കുന്നതെന്നൊക്കെ നോക്കുക. അവയർനെസ്സിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഇത് കണ്ടിട്ട് ഒരുത്തനും ട്രൈ ചെയ്ത് നോക്കരുത്. ചീപ്പ് പരിപാടിയാണ്. വല്ലവരെയും ഫോട്ടോ ഒന്നും എടുത്ത് ഒന്നും ചെയ്ത് നോക്കരുത്. പിന്നെ മെയിൻ സംഭവം, ഞാൻ ആദ്യം പറഞ്ഞു ഇത് ഞാൻ ജനറേറ്റഡ് ചെയ്ത ക്യാരക്ടറാണ്, ആരുമായിട്ട് റെസംബ്ലൻസ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ വൺസ് നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എന്തെങ്കിലും ഒരു കാര്യത്തിനായിട്ട് നമ്മൾ ഈ ഗ്രോക്കോ അതേപോലത്തെ ആപ്പുകളിലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. നാളെ ഒരു സമയത്ത് ഇതേപോലെ ഞാനൊരു ജനറേറ്റഡ് ക്യാരക്ടർ അല്ലെങ്കിൽ നിങ്ങളുടെ ജനറേറ്റഡ് ക്യാരക്ടർ ഒരു മെയിലിന്റെ ഫോട്ടോ നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ചായ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെയിലിന്റെ ഫോട്ടോ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ മുമ്പ് എപ്പോഴെങ്കിലും എന്റെ ഏതെങ്കിലും ഒരു ഫേസ് വരുന്ന ഏതെങ്കിലും ഒരു സെൽഫി ഫോട്ടോ എന്തെങ്കിലും ഒരു അപ്ഡേഷനോ ഒരു ടൈപ്പ് മാറ്റാനൊക്കെ ആയിട്ട് ഞാൻ അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്റെ ഫേസ് റിസംബ്ലൻസ് ആക്കി എടുത്തായിരിക്കും അവർ ആ ഒരു ക്യാരക്ടർ ഡെവലപ്പ് ആക്കി വേറെ ആൾക്ക് കൊടുക്കുന്നത്. അപ്പം ഫേഷ്യൽ റെഫറൻസ് അവര് വേറെ ആരെങ്കിലും ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസിൽ നിന്ന് അവർ എടുക്കാറുണ്ട്. അങ്ങനെ എടുക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ഈ അപ്ലോഡ് ചെയ്ത് നിങ്ങളെ ആവശ്യത്തിനായിട്ട് നിങ്ങൾ തന്നെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ പോലും അത് സേഫ് അല്ല, മനസ്സിലാക്കിക്കൊള്ളുക. അപ്പം ഈ ഒരു വീഡിയോയിൽ ഈ ഒരു കാര്യം നിങ്ങൾ അവയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഈ ഒരു ആപ്പിനെ പറ്റി നിങ്ങൾക്ക് ഒരു അവയർനെസ് നൽകണമെന്നുണ്ടായിരുന്നു. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. കഴിയുന്നു ഈ വീഡിയോ. സൈനിങ് ഓഫ് ഷാനു സ്റ്റോക്സ് ആണ്. ഷാനു സ്റ്റോക്സ്. അമ്മമാരും ചേച്ചിമാരും സഹോദരിമാരും ഒക്കെ ഈ വീഡിയോ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങളമാരൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കുറച്ച് ചീത്തളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ക്ഷമിക്കണം. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ അങ്ങനെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മറ്റേ അഭിനയിച്ച് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നും. എനിക്ക് എൻ്റെ ഒരു സെൽഫ് ഇത് എക്സ്പ്രഷൻ കാണിക്കാതെ ഒരുമാതിരി ഫേക്ക് ചെയ്ത് സംസാരിക്കാനൊക്കെ തോന്നും. ഞാൻ ഈ സംസാരിക്കുന്ന ഒന്നും സ്ക്രിപ്റ്റ് എഴുതി വെച്ചോ പ്ലാൻ ചെയ്തോ വെച്ചിട്ട് ഞാൻ അപ്പം വരുന്ന കാര്യം അപ്പോഴായിട്ട് സംസാരിച്ച് പറയുന്നതാണ്. അപ്പോൾ നിങ്ങളെ കൂട്ടുകാരികൾക്കോ സഹോദരിമാർക്കോ അമ്മമാർക്കോ ആർക്കെങ്കിലും ഒക്കെ ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അയച്ചു കൊടുക്കുക. അവരൊന്ന് അവയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു സാധനം വരരുത്, എന്റെ കുടുംബത്തിലും വരരുത്, ആരുടെ കുടുംബത്തിലും ഇങ്ങനത്തെ ഒരവസ്ഥകൾ വരരുത്. ഈ തൊട്ടിത്തരം കാണിക്കാൻ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നവന്മാരെ സമ്മതിക്കരുത്. ഇനി വരുന്ന കൊച്ചു പിള്ളേരെ ഈ ഒരു നേച്ചറിലോട്ടും ഇതിലോട്ടും പോവാതിരിക്കാനും പാരന്റ്സ് മുതിർന്നവരായ ആൾക്കാർ എനിക്കൊരു അനിയനുണ്ട്, എന്നെ പോലുള്ള ഒരുപാട് ചേട്ടന്മാര് എല്ലാമാരും ശ്രദ്ധിക്കണം. നമ്മൾ വിചാരിച്ചാലേ ഇനി വരുന്ന സൊസൈറ്റിയെ നമുക്ക് നല്ല ലെവലാക്കി എടുക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ തന്തയില്ലാത്തവന്മാരെ പോലെ കൊച്ചു പിള്ളേരും വളർന്നു വരുന്ന കൊച്ചു പിള്ളേരും തന്തയില്ലാത്തവരെ കാണിച്ചു തുടങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് സൈനിങ് ഓഫ് ഷാനു സ്റ്റോക്സ്. Until then, see you. Bye. For that particular person, take care of yourself. നിന്റെ കൂടെ വാല്യൂ ഇല്ല, നീ പെട്ടു ഇല്ലെങ്കിൽ നീ പെട്ടു.